ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ തിരുവനന്തപുരം കമലേശ്വരത്ത് ഒരു അമ്മയും മകളും ആത്മഹത്യ ചെയ്തു അല്ലെ. കൊലപാതകം എന്ന് തന്നെ പറയാം. ഈ പുരുഷൻ കാരണമാണ് ആ ഒരു ആത്മഹത്യ ചെയ്തത്. അപ്പൊ എന്തുകൊണ്ടാണ് ബിക്കിനി ഇട്ടാൽ മാത്രമേ അവന് കാമം ഉണരുകയുള്ളൂ? അത് ഞാൻ നേരത്തെ തന്നെ നിങ്ങളോട് പറഞ്ഞിരുന്നു. അപ്പൊ എന്തുകൊണ്ടാണെന്ന് അറിയാമോ അത്? അവൻ ശരിക്കൊരു ഗേ ആയിരുന്നു. അതുകൊണ്ട് ഈ സ്ത്രീയിൽ മാക്സിമം കുറ്റം, ഇവള് മോഡേൺ അല്ല, അവള് വിദ്യാഭ്യാസമില്ലാത്തവളാണ്, അല്ലെങ്കിൽ ഇവള് ഐശ്വര്യമില്ലാത്തവളാണ്, അല്ലെങ്കിൽ ഇവള് ബിക്കിനി ഇടാത്തവളാണ്, ഇങ്ങനെയൊക്കെ മാക്സിമം കുറ്റം പഴിചാരി ഈ സ്ത്രീയെ അധപതിപ്പിക്കുക എന്നത് അയാളുടെ ആവശ്യമായിരുന്നു. കാരണം എന്താണ്, അയാൾക്ക് ഇങ്ങനെ പരപുരുഷ ബന്ധങ്ങളാണ് ഉണ്ടായിരുന്നത്. അയാൾ ഒരുപാട് സൈറ്റുകളിൽ ഇയാള് ആക്റ്റീവാണ്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഒരു ബന്ധു വെളിപ്പെടുത്തുന്നുണ്ട്. ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് കേട്ടോ. അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. എൻ്റെ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി അമർത്തിക്കോളൂ കേട്ടോ. അപ്പൊ ഉണ്ണികൃഷ്ണൻ ഗേ ആയിരുന്നു. ഗ്രീമ എന്ന പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ ഒരു ബന്ധു തന്നെ ഇപ്പൊ വന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത് തെളിവ് സഹിതാണ്, വെറുതെ ഒന്നല്ല. ഇവരെ ഈ ഉണ്ണികൃഷ്ണന്റെ അനിയൻ വന്നിരുന്നു വെറുതെ ഒരു കുറെ കാര്യങ്ങൾ ഇവരെ കുറിച്ച്, ഈ പെൺകുട്ടിനെ അമ്മേനെ കുറിച്ച് പറഞ്ഞതുപോലെയല്ല, തെളിവ് സഹിതാണ് ഇവർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ സൈറ്റുകളിലൊക്കെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവര് കുറെ സൈറ്റ് കാണിച്ചുകൊണ്ട്, ഈ ഉണ്ണികൃഷ്ണൻ ആക്റ്റീവായ സൈറ്റുകൾ കാണിച്ചുകൊണ്ട്, തലേ ദിവസം ഇവർ മരിക്കുന്നതിന്റെ തലേ ദിവസം വരെ ഉണ്ണികൃഷ്ണൻ ആ സൈറ്റുകളിൽ ആക്റ്റീവായിരുന്നു. ഗേ സൈറ്റുകളാണ് ആക്റ്റീവായിരിക്കുന്നത്. അപ്പൊ അത് പോലീസിൽ അവര് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. അവരത് പോലീസിൽ എല്ലാ കാര്യങ്ങളും തെളിവ് സഹിതം ഏൽപ്പിച്ചിട്ടുണ്ട്. ഉണ്ണികൃഷ്ണനെ മുംബൈയിൽ നിന്ന് അവർ പിടികൂടിയിട്ടുണ്ട് പോലീസ്. നേരത്തെ അയർലാൻഡിലേക്ക് കടക്കാൻ നോക്കുകയായിരുന്നു അല്ലെ. അതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോ ഈ മരിക്കുന്നതിന്റെ തലേദിവസം വരെ ഈ സൈറ്റിൽ ആക്റ്റീവായ ആള് PhD നേടാൻ 6 വർഷമായിട്ടും PhD നേടിയിട്ടില്ല ഇതുവരെ. ആ 6 മാസം ഞാൻ കണ്ട 2019 ഇവരെ കല്യാണം കഴിഞ്ഞത്. അപ്പൊ എന്നോട് എന്നെ ഇനി തീരെ വിളിക്കരുത്, 6 മാസത്തേക്ക് ഞാൻ PhD കഠിനമായി പ്രയത്നിക്കാൻ പോവാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അയർലൻഡിലേക്ക് പോയത്. പക്ഷെ 6 മാസം കഠിനമായി പ്രയത്നിച്ചിട്ടും PhD കിട്ടിയില്ല. അപ്പൊ 6 വർഷം കഴിഞ്ഞ് ഇപ്പോഴും PhD കിട്ടിയിട്ടില്ല. ശരിക്കും സാധാരണ ഒരാള് നന്നായി പരിശ്രമിച്ചാൽ 3-4 വർഷം കൊണ്ടൊക്കെ PhD നമുക്ക് നേടിയെടുക്കാനൊക്കെ പറ്റും. അപ്പൊ ഇയാളെന്ന് പറഞ്ഞാൽ സാധാരണ ആളല്ല. റാങ്ക് ഹോൾഡർ ആണ്. IITയിൽ റാങ്ക് ഹോൾഡർ ആണ്. അപ്പൊ ഇയാൾക്കൊരു 4 വർഷം 5 വർഷത്തിനുള്ളിൽ എന്തായാലും PhD കിട്ടേണ്ടതാണ്. പക്ഷേ അതെന്താണ്, വന്നു കയറിയ പെണ്ണിന്റെ ഭാഗ്യക്കേട് കൊണ്ടത്ര. ഇയാൾ ഗേ സൈറ്റിൽ ഇരുന്നത് കൊണ്ടല്ല, മറ്റുള്ള പരപുരുഷന്മാരായിട്ടുള്ള ബന്ധം കൊണ്ടല്ല. പരപുരുഷന്മാരെന്ന് പറഞ്ഞാൽ സ്ത്രീ അല്ല കേട്ടോ ബന്ധപ്പെട്ടിരിക്കുന്നത്, ഇയാള് തന്നെയാണ്. അപ്പോ ഗ്രീമ ഐശ്വര്യക്കുറവാണ്, സ്വത്ത് കുറവാണ് എന്നൊക്കെ പറയുന്നു. 200 പവനും അതുപോലെ തന്നെ 2500 സ്ക്വയർ ഫീറ്റ് ഒരു വീടും 10 സെന്റ് ഭൂമിയും കാറും പിന്നെ ബാങ്ക് ലോക്കറും എല്ലാം കൂടി കൊടുത്തിട്ടും അയാൾക്ക് അതൊന്നും പോരാ. അയാൾക്ക് ഇതിനേക്കാളും നല്ല ബന്ധം കിട്ടും അത്രേ. റാങ്ക് ഹോൾഡർ ആണല്ലോ. അതുകൊണ്ട് റാങ്ക് ഹോൾഡർ ആയിക്കഴിഞ്ഞാൽ എന്താ, ബന്ധം വലുതാണോ കിട്ടുക? കാശ് ഇതൊന്നും പോരാ. 200 പവനൊക്കെ കിട്ടണമെങ്കിൽ മാർക്കറ്റ് പ്രൈസ് എത്രയാണ് ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ ഇദ്ദേഹം പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, തെളിവ് സഹിതം എല്ലാ കാര്യങ്ങളും പറയുന്നത്, ചെറിയ കാര്യങ്ങൾ തന്നെ കൊണ്ടുവന്ന് വലിയ വലിയ കാര്യങ്ങളാക്കി തീർക്കുകയാണ്. എന്താ വെച്ചാൽ എങ്ങനെയും ഗ്രീമയെ ഒഴിവാക്കണം. അതിനാണ് ഇപ്പോ ഇന്നലെ അവരുടെ അനിയൻ കുറേ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ. അത് ഞാൻ വീഡിയോ ഇട്ടിരുന്നു. ഈ പെൺകുട്ടിയെ അമ്മയാണ് കൂടുതൽ സ്വാധീനിച്ചത്. ഭർത്താവ് വിളിക്കണമെങ്കിൽ അമ്മയാണ് ആൻസർ പറയുക. അമ്മ എയർലൈനിൽ പോകാൻ സമ്മതിക്കുന്നില്ല. അതുപോലെ ഈ പെൺകുട്ടി അമ്മ പറയുന്നത് മാത്രമേ കേൾക്കുള്ളൂ. ഇവര് രാത്രി കിടന്ന് ഉറങ്ങി നേരം വെളുക്കുമ്പോൾ അമ്മ വീട്ടിലെത്തും എന്നൊക്കെ പറയും. ഇതൊക്കെ തെറ്റാണെന്ന് ഇവര് തെളിവ് സഹിതം തെളിയിച്ചിട്ട് പോലീസിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരമ്മയായി കഴിഞ്ഞാൽ മക്കളോട് കൂടുതൽ സ്നേഹം ഉണ്ടാവും അല്ലേ. അത് ഒറ്റ മോളായത് കൊണ്ട് സ്നേഹം ഉണ്ടാവും. അതുകൊണ്ട് കൂടുതലും അറ്റാച്ച്മെന്റ് കാണിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇയാൾക്ക് അത് ഇഷ്ടമല്ല. ഇനി ഈ ഗ്രീമയെ വിദേശത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അമ്മ സമ്മതിക്കുന്നില്ല എന്നാ പറഞ്ഞത്. അതും മൊത്തം നുണയാണ്. അയാൾ എടുത്തു കാണിക്കുന്നു, ബന്ധു എടുത്തു കാണിക്കുന്നു. അതായത് ഇവരുടെ നിശ്ചയം കഴിഞ്ഞ ആ നിമിഷം തന്നെ ആ കുട്ടി പുതിയൊരു പാസ്പോർട്ട് അപ്ലൈ ചെയ്ത് പാസ്പോർട്ട് എടുത്ത് വെച്ചിരുന്നു. എന്തിനു വേണ്ടിയിട്ട്? അയർലൻഡിൽ പോകാൻ വേണ്ടിയിട്ടാണ് എടുത്തു വെച്ചിരുന്നത്. പിന്നെ ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം പോകാം എന്ന് വിചാരിച്ച് കല്യാണം കഴിഞ്ഞപ്പോൾ ഇയാളുടെ ഈ സ്വഭാവം ഒക്കെ വ്യത്യസ്തമായി കണ്ടപ്പോൾ അമ്മയ്ക്ക് വിടാൻ വേണ്ടി ഇത്തിരി ദേഷ്യം തോന്നിയിട്ടുണ്ടാവും, വിഷമവും തോന്നിയിട്ടുണ്ടാവും. കാരണം ഇയാൾ ഇങ്ങനെയല്ലേ ക്യാരക്ടർ. അപ്പൊ ഇയാൾ ഈ പെൺകുട്ടി അവിടെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും? അതുകൊണ്ടായിരിക്കും അമ്മ പിന്നെ വിടാൻ വിസമ്മതിച്ചിട്ടുണ്ടാവുക. ഏതമ്മമാരും അങ്ങനെ തന്നെ ചെയ്യുള്ളൂ. ഇയാളുടെ ക്യാരക്ടർ ഇങ്ങനെയാണെങ്കിൽ പിന്നെ വിട്ടിട്ട് പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഒരുപാട് അമ്മമാര് നാട്ടിൽ കിടന്ന് കരയുന്നുണ്ടല്ലോ. അവിടെ ഗൾഫിൽ വെച്ചിട്ടും അത് പല പല സ്ഥലത്ത് വെച്ചിട്ട് സ്വന്തം മക്കളെ കൊന്നിട്ടും അങ്ങനെ കൊല വിളിച്ചിട്ടും ഒക്കെ. അപ്പൊ അങ്ങനെ കരയണ്ടല്ലോ എന്ന് വിചാരിച്ച് പിന്നെ വിട്ടിട്ടുണ്ടായിരിക്കില്ല. അത് അമ്മ ചെയ്ത് ഉചിതം തന്നെയാണ് എന്നേ പറയുള്ളൂ.
പക്ഷേ പിന്നീട് ഈ അമ്മയും മോളും എന്തിനാണ് ആത്മഹത്യ ചെയ്തത്? ഇയാള് പോണെങ്കി പോട്ടെ പുല്ലേ എന്ന് വിചാരിച്ച് അയാളിൽ നിന്ന് നഷ്ടപരിഹാരവും മേടിച്ചുകൊണ്ട് സ്വന്തമായിട്ട് ജീവിക്കാമായിരുന്നു ഇവർക്ക്. ഇവർക്ക് അത്യാവശ്യം വെൽ സെറ്റിൽഡ് ആണ് ഇവര്. ശരിക്കും ഫെബ്രുവരി 6-ന് ഈ പെൺകുട്ടിയുടെ ബർത്ത്ഡേയും കൂടിയാണ്. അപ്പൊ ഇവരെല്ലാവരും കൂടിയിട്ട് ഈ പെൺകുട്ടി തന്നെ ചെലവില് ഇവരൊരു 14 സ്ത്രീകളെ കൊണ്ട് മദ്രാസിൽ പോയി റിലാക്സേഷൻ നടത്താമെന്ന് പറഞ്ഞ് ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. പ്ലെയിനിലാണ് ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്ത് ഈ പെൺകുട്ടി തന്നെ എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫെബ്രുവരി 6-ന് ഈ കുട്ടിയുടെ ട്രീറ്റ് ആയിരുന്നു എല്ലാവർക്കും. ഒരു അമ്പലങ്ങളിലൊക്കെ ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ട് സന്ദർശിക്കാമെന്നും കുറച്ച് കാര്യങ്ങളൊക്കെ കാണാമെന്നൊക്കെ ട്രീറ്റ് ആയിരുന്നു. ടിക്കറ്റും ബുക്ക് ചെയ്തുള്ള വ്യക്തിയാണ്. അപ്പൊ മരിക്കാൻ പ്ലാൻ ഇല്ലാത്ത വ്യക്തിയെ കൊല്ലിപ്പിച്ചതല്ലേ ഇവര്? അല്ലേ? പക്ഷെ അപ്പോഴാണ് ഈ ബന്ധുവിന്റെ മരണം സംഭവിച്ചത്. അവിടെ വെച്ച് ഇവർ രണ്ടു കൂട്ടരും വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ എത്രയായാലും ഒരു സ്നേഹം ഉണ്ടാവൂലേ? ശരിക്കും കഴുത്തിൽ താലി കെട്ടിയ ഒരു പുരുഷനാണല്ലോ. അപ്പൊ വീണ്ടും ഒന്ന് വേണമെങ്കിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവും. അപ്പൊ അമ്മ വിചാരിച്ചിട്ടുണ്ടാവും എന്റെ മോളുടെ ഭാവി ഒന്ന് പുഷ്പിച്ചോട്ടെ എന്ന് കരുതി ഇയാളെടുത്ത് ചെന്നു. അപ്പൊ ഇയാൾ എന്താ പറഞ്ഞത്? ഇവിടെ ഇതിന് പറ്റിയ സമയമല്ല, ഇത് മരണ വീടാണ് എന്നാ പറഞ്ഞത്. മരണ വീടാണെങ്കിൽ സ്വന്തം മകളുടെ ആ ഭാവിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഏത് അമ്മയും ചെല്ലും. എന്നുവെച്ചാൽ മരുമകനെയാണല്ലോ കാണുന്നത്. അപ്പോഴും ഇയാൾ ആക്രോശിച്ച് ആ ബന്ധു വീട്ടിൽ വെച്ച് ഇവരെ നാണം കെടുത്തി വിട്ടു എന്നാണ് പറയുന്നത്. മാനാഭിമാനമുള്ളവർക്ക് അത് സഹിക്കാൻ പറ്റുകയില്ല അല്ലെ? ഇത്രയും നാണം കെടുത്തി വിട്ടപ്പോഴാണ് ഇവര് പെട്ടെന്ന് തീരുമാനത്തില് ഇവർ ആത്മഹത്യ ചെയ്തു പോയത്. സ്വത്തുക്കൾ മുഴുവൻ മാമന്റെ പേരിൽ എഴുതി വെക്കുകയും ചെയ്തത്. പിന്നെ ഈ ബന്ധു വെല്ലുവിളിക്കുന്നുണ്ട്, ഇന്ന് വരെ വാട്സാപ്പിൽ പോലും ഒരു മെസ്സേജ് ആ കുട്ടിക്ക് അയച്ചിട്ടില്ല. ആ കുട്ടിയുടെ അച്ഛൻ മരിച്ചിട്ട് ഇത്രയും കാലങ്ങളായി, ഒരു മാസം അങ്ങോട്ട് ആയിട്ടുണ്ട്. ഇന്നവരെ അച്ഛനൊക്കെ വിവരങ്ങൾ അന്വേഷിച്ചിട്ടോ ഒരു വാട്സപ്പിൽ പോലും ഒരു സ്നേഹത്തിലൊരു മെസ്സേജ് അവർ കാണിക്കാൻ പറ്റുമോ? അവർക്ക് ഏതെങ്കിലും ഒരു മെസ്സേജ് അവർ കാണിക്കട്ടെ എന്നാണ് ബന്ധു വെല്ലുവിളിക്കുന്നത്. ആ കുട്ടിക്ക് ഇന്ന് വരെ വാട്സപ്പിൽ ഒരു മെസ്സേജ്, ഒരു ഭാര്യയ്ക്ക് വാട്സപ്പിൽ ഒരു സ്നേഹത്തിലൊരു മെസ്സേജ് പോലും അയക്കാത്ത വ്യക്തിയാണ് ഈ ഉണ്ണികൃഷ്ണൻ. പിന്നെ എന്താണ് ഈ അനിയൻ കിടന്ന് പുലമ്പുന്നത്? പിന്നെ എങ്ങനെയാണ് ഈ അമ്മ അയർലൻഡിലേക്ക് ഇയാളൊപ്പം വിട്ടത്? എന്ത് വിശ്വസിച്ചിട്ടാണ് വിട്ടത്? ഒന്ന് പറ. അമ്മ എങ്ങനെയാണ് ഇവരെ ജീവിതത്തിലേക്ക് ഇടപെടാതിരിക്കുക? കാരണം ഒരു സ്നേഹവുമില്ലാത്ത ഒരു ഭർത്താവിനെ എങ്ങനെയാണ് ഈ കുട്ടി കൊണ്ടു നടക്കുക? 6 വർഷമായിട്ടും മര്യാദയ്ക്ക് നല്ല സ്നേഹത്തിലൊന്ന് വിളിക്ക പോലുമില്ലെന്നാ പറയുന്നത്. 6 മാസം എന്നെ വിളിക്കരുത് എന്ന് പറഞ്ഞു പോയ ആള് 6 വർഷവും ഈ കുട്ടിയെ കണ്ടിന്യൂസ് വിളിച്ചിട്ടില്ലാന്നാ പറയുന്നത്. വല്ലപ്പോഴും ഒരിക്കെ ദേഷ്യപ്പെടാൻ വേണ്ടി മാത്രം വിളിക്കുന്നു. ഭാര്യ പിതാവ് മരിച്ചിട്ടും വിളിച്ചിട്ടില്ല. ഇവളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട് ഓരോ പ്രോബ്ലംസ് ഇയാൾ ഉണ്ടാക്കുകയാണ്. അനിയൻ വന്നിരുന്ന് പറഞ്ഞത് മുഴുവൻ ശുദ്ധം നുണയാണ് എന്നുള്ളത് തെളിവ് സഹിതം ഇവർ തെളിയിച്ചുകൊണ്ടാണ് പോലീസിൽ ഇവർ കൊടുത്തിരിക്കുന്നത്. നിയമത്തിന് മുന്നിൽ എന്തായാലും ഇയാൾ കീഴടങ്ങിയിട്ടുണ്ട്. ഇയാളിൽ നിന്ന് എല്ലാ ക്വസ്റ്റ്യൻസും ചോദിച്ചുകൊണ്ട് ഇയാൾ എന്തായാലും ശിക്ഷിക്കപ്പെടണം എന്ന്